ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കിയാലോ? വായോ, എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കതിനായി ഒരു തക്കാളി, സവാള, അവക്കാഡോ, ചെറിയൊരു നാരങ്ങ, 2 സ്ലൈസ് ബ്രെഡും വേണം. ആദ്യം അവക്കാഡോ നമുക്ക് മുറിച്ച് അതിനുള്ളിലെ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ എടുത്തിരുന്ന അവക്കാഡോ നന്നായി പഴുത്തിരുന്നു, അതുകൊണ്ട് എനിക്ക് വൃത്തിക്ക് മുറിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ പുറന്തോട് ആദ്യമേ അതിൻ്റെ ഫ്ലഷിൽ നിന്നും വിട്ടുവന്നു. പിന്നെ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് അത് പാത്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. നമുക്ക് ആ ടെക്സ്ചർ തന്നെ വേണം ഈ ടോസ്റ്റ് ഉണ്ടാക്കാൻ. എന്നാലേ രുചികരവും ഗുണമേന്മയുള്ളതുമായ അവക്കാഡോ ടോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ, രുചിയോടുകൂടി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ വിത്ത് നമുക്ക് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് നീളത്തിന് അരിഞ്ഞ് അതിനുശേഷം ചെറിയ ചെറിയ കഷങ്ങളാക്കി മുറിക്കുക. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള എടുത്ത് തക്കാളി ചെയ്തതുപോലെ തന്നെ നീളത്തിനരിഞ്ഞ് പിന്നെ അത് കുറുകെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അവക്കാഡോ ടോസ്റ്റ് രുചിയെ പോലെ തന്നെ ഗുണത്തിലും വലിയ കേമനാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അവക്കാഡോ ടോസ്റ്റ്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പുളിപ്പ് ആവശ്യമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഈ ഒരു പുളിപ്പും കൂടി ചേരുമ്പോൾ മാത്രമേ അവക്കാഡോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള രുചി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നാരങ്ങയുടെ അടുത്ത പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിച്ചിരി പുളിപ്പ് വേണം കേട്ടോ ടോസ്റ്റ് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി ആഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി കുഴച്ച് നല്ല ബട്ടറി പരുവത്തിന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. ഭംഗിയെപ്പോലെ തന്നെ ഇവൻ രുചിയിലും കേമനാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോസ്റ്റിലേക്ക് വെക്കാനുള്ള അവക്കാഡോ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര എളുപ്പമാണല്ലേ
നമുക്ക് ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ടോസ്റ്റ് ഉണ്ടാക്കാം. അതിനായി അടുപ്പത്തേക്ക് പാൻ വെച്ച് ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം ഒരു കഷ്ണം ബട്ടർ ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബട്ടർ വേണം നമുക്ക് ആഡ് ചെയ്യാൻ. ഇനി ബട്ടർ നന്നായിട്ട് പാനിലേക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് സ്ലൈസസ് വച്ചു കൊടുക്കുക. ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആവണം കേട്ടോ. രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ബ്രെഡിനെ മൊരിയിച്ചെടുക്കണം. ഇതാണ് കേട്ടോ പരുവം. ഇപ്പോഴിതാ ബ്രെഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ അവക്കാഡോ മിക്സ് മുകളിലേക്ക് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കിയെടുത്ത്. ഒത്തിരി ഗുണവും ഒത്തിരി രുചിയുമുള്ള നമ്മുടെ അവക്കാഡോ ടോസ്റ്റ് നമ്മളങ്ങനെ ഉണ്ടാക്കി. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടോ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കില്ലേ? ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.